1989 കിരീടം എന്ന മോഹൻലാൽ ചിത്രം നിർമ്മിച്ച് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്ന വ്യക്തിയാണ് ദിനേശ് പണിക്കർ. മലയാളത്തിൽ ഇതുവരെ 9 സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഒപ്പം നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താൻ ആദ്യമായി മോഹൻലാലിനെ കണ്ടതിനെക്കുറിച്ച് പറയുകയാണ് ദിനേശ്. സഞ്ചാരി എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് മോഹൻലാലിനെ ആദ്യമായി കാണുന്നത് എന്നും ഒരിക്കൽ മോഹൻലാൽ ഡാൻസ് ചെയ്യുന്നത് കണ്ട് താൻ ഞെട്ടിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദിനേശ് പണിക്കർ. ഞാൻ അന്ന് സഞ്ചാരി എന്ന സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. ഉദയ സ്റ്റുഡിയോയിലായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ മോഹൻലാലിനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. അന്ന് മോഹൻലാൽ സിനിമയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഈ ഹോൾഡൊന്നും അന്നില്ലായിരുന്നു. അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പടം ഇറങ്ങിയിട്ടില്ല. അന്ന് അവിടേക്ക് മോഹൻലാൽ വന്നു. അശോകനും റാണിയും ഗോപികയും കൊട്ടാരക്കരയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അന്ന് ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളാണ്, പക്ഷേ കഴിവുള്ളവരായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബോബി അന്ന് നന്നായി പാടും. റാണ എന്നാൽ നല്ല ഡാൻസറാണ്. അവന്റെ ഡാൻസ് കണ്ടിട്ട് ലാൽ ഒരിക്കൽ എനിക്ക് ആ സ്റ്റെപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ലാലിന് ആ സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ലാലിന്റെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയാണ്. അന്ന് നിമിഷ നേരം കൊണ്ടായിരുന്നു മോഹൻലാൽ ആ മൂവ്മെന്റ് എല്ലാം കറക്റ്റായി ചെയ്തത്. ഞങ്ങളെല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഇവനാണ് കൊള്ളാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു, ദിനേശ് പറഞ്ഞു.